ദേവാലയത്തിന്റെ പ്രവേശന കവാടത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രവും ക്രൈസ്തവ കൂട്ടായ്മയുടെ അടയാളവുമാണ് മാർസിലീവ ടൗൺ പള്ളി. വിശ്വാസ സമൂഹത്തിന്റെ സംഖ്യാതീതമായ വളർച്ചയും മണ്ണപ്പുറം ദേശത്തിന്റെ വികസനവും നിമിത്തം മാതൃദേവാലയമായ കാലിയാർ സെന്റ് റീത്താസ് ഫൊറോണയിൽ നിന്നും പിരിഞ്ഞ് പുതിയൊരിടവക ദേവാലയം എന്ന ആശയം മുട്ടിട്ടത് അന്ന് കോതമംഗലം രൂപതാധ്യക്ഷനായിരുന്ന മനോഹരമായ കൊത്തുപണികളാലും വിശ്വാസപ്രദമായ ഛായാചിത്രങ്ങളാലും അലങ്കൃതമാണ് ഈ ദേവാലയം. പരിശുദ്ധ ത്രിത്വത്തിന്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന ചാരുതയായിരുന്ന ദൃശ്യവൽക്കാരത്തോടു കൂടിയാണ് അൾത്താരയുടെ കേന്ദ്രഭാഗം. സക്രാരിക്കുള്ളിലിരിക്കുന്ന വിശ്വനിതാതാവായ ദൈവിക ചേതനയെ ഭയഭക്തിയോടെ തൊഴുതു നിൽക്കുന്ന മാലാകമാരാൽ അലങ്കൃതമായ സക്രാരി, പൂർണ്ണമായും തടിയാൽ നിർമ്മിതമായ ക്രിസ്തുവിന്റെ അന്ത്യത്താഴത്തെ തടിയിൽ കടഞ്ഞെടുത്ത് നിർമ്മിച്ച ബലിപീഠം, അൾത്താര ഭിത്തിയോട് ചേർന്ന് വൃത്താകൃതിയിൽ നിർമ്മിച്ച ബസ്കസുകൾ, അപ്പം വാഴ്ത്തി വിഭജിക്കുന്ന ദൃശ്യം കടഞ്ഞെടുത്ത പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ച ബെമ്മ, ഇരുവശങ്ങളിലുമായി പ്രസംഗപീഠങ്ങൾ, അൾത്താരയുടെ പാർശ്വഭാഗങ്ങളിലായി വിശേഷവിധിയിൽ പണിയപ്പെട്ടിട്ടുള്ള രൂപക്കൂടുകളിലായി ക്രൂശിത രൂപവും പരിശുദ്ധ കന്യാമറിയത്തിന്റെ രൂപവും വർണ്ണാഭമായ ചിത്രലിപികളാൽ ചുറ്റപ്പെട്ടത് കരം കൂപ്പി നമിക്കുന്ന രൂപങ്ങളോട് കൂടിയ പ്രവേശന കവാടം, സ്വർണം വെള്ളി വർണ്ണങ്ങളാൽ ഇടകലർന്ന കൊടിമരം, പുരോഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട കൽക്കുരിശ്, ദേവാലയത്തിന് മുൻപിലായി ഉണ്ണീശോ പള്ളിയുടെ മകുടമായി സ്ഥിതി ചെയ്യുന്ന നിത്യപുൽക്കൂട് തുടങ്ങിയവ സവിശേഷ ആകർഷിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ തിരുശേഷി